അവിടെ വെച്ചേക്ക്. അല്ലെങ്കിൽ വേണ്ട, അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കേ. എന്നിട്ട് ഈ ചെടി എടുത്ത് ഇങ്ങോട്ട് വെക്കേ. വേഗം ആവട്ടെ. അല്ലേ എന്ത് ജോലിയും ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? എല്ലാം മുറിയെ പണിയെടുത്താലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. ദേ വയ്യെങ്കിൽ വേറെ എങ്ങോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കോ. എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാ, പക്ഷേ ആവശ്യമില്ലാത്ത ജോലി ചെയ്യിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യിക്കും. ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മാത്രം മതി. അതെടുത്ത് അവിടെ കൊണ്ട് വെക്കേ. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കേ. അമ്മേ, അമ്മ ഇവിടുന്ന് സൂപ്പർവിഷൻ നടത്താതോ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നിനക്ക് എന്താടി വേണ്ടത്? ശ്യാമമോൾക്ക് എന്തോ വയ്യായിക പോലെ ഉണ്ട്. ഒന്നെങ്കിൽ അമ്മ അവളെ നോക്കണം, അല്ലെങ്കിൽ അടുക്കള കാര്യങ്ങൾ ചെയ്യണം. ഓ എനിക്കും സത്യന്റെ ശ്യാമേട്ടൻ നടത്തം കഴിഞ്ഞു വന്നിരിക്കുക. അവർക്ക് ചായ കൊടുക്കണ്ടേ? ഇതിനാണോ നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? എടി നീ നിന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോ. സ്വന്തമായിട്ടൊരു ചായ ഇട്ട് കുടിച്ചാലേ നിന്റെ ഭർത്താവിന്റെ ഏട്ടനെ കയ്യിലെ വളയൊന്നും ഊരി പോവില്ല. ഇവിടെ ഒരുത്തൻ ചുമ്മാ ഇരുന്ന് തിന്ന് തടി വെക്കുക. അയാളെ കൊണ്ട് ഇതൊക്കെ മാറ്റി വെപ്പിച്ചിട്ടേ ഞാൻ അങ്ങോട്ട് വരൂ. അല്ല, ഇതൊക്കെ ഏട്ടത്തി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണല്ലോ. പിന്നെന്തിനാ അമ്മ ഇത് മാറ്റി വെപ്പിക്കുന്നേ? എടാ ഇതെന്റെ വീടാ. അവള് വെച്ചതൊക്കെ എന്റെ സൗകര്യത്തിന് ഞാൻ മാറ്റി വെപ്പിക്കും. ആരടാ എന്നോട് ചോദിക്കാൻ? ഡോ എങ്ങോട്ടാ? താൻ കയ്യിൽ തുടച്ച് ഉണ്ണാൻ പോവാണോ? ഈ ചെടിച്ചട്ടി മൊത്തം ഇവിടുന്ന് മാറ്റി വെച്ചിട്ടേ അവിടുത്തെ ചെടിച്ചട്ടി ഇവിടെ വെക്കണം. സത്യ, നീ വാ, നമുക്കൊരു ചായ ഇടാം. ട്രാവൽസിൽ പോകുന്നവരെ നമുക്ക് പറ്റാവുന്നൊക്കെ നമുക്ക് ചെയ്യാലോ. നീ വാ. പിന്നെന്താ? അതെ, അത്യാവശ്യം വേണ്ടി വന്നാലേ ഇവിടുത്തെ ജോലി മൊത്തത്തിൽ നമ്മളങ്ങ് ചെയ്യും. ആ വാ. അമ്മേ, ആവശ്യമില്ലാതെ ഓവറാക്കല്ലേ. സത്യനോട് ശ്യാമേട്ടനോടും സ്വന്തമായി ചായ ഇട്ട് കുടിക്കാൻ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അത് ഞാനിവിടെ നിൽക്കുമ്പോ. അതെ, ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യിക്കുമ്പോഴേ നീ എന്നെ ചൊറിയാൻ വന്നത് ശരിയല്ല. ഇതൊക്കെ കണ്ടിട്ടാ ഇവിടെ ഓരോരുത്തരും നിന്ന് നെകളിക്കുന്നത്. അതെന്തായാലും സുശീല അനുവദിച്ചു തരാൻ പോകുന്നില്ല.